ഹായ്, ഡ്രീം വിത്ത് ബിലീവ് വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു പുതിയ ടിപ്സുമായി കടന്നു വരാം. സഞ്ചാരപ്രിയനായ ഒരു മനുഷ്യൻ ഒരു സ്ഥലത്തോട്ട് സന്ദർശന യാത്ര നടത്തി. അങ്ങനെ നല്ല സുന്ദരമായ ഒരു കാട്ടിൻ പ്രദേശത്തിൽ അദ്ദേഹം സന്ദർശിക്കാൻ ചെന്നപ്പോൾ അവിടെ തൻ്റെ നാട്ടുകാരനായ ഒരു സുഹൃത്തിനെ കണ്ടു. അയാൾ നാട്ടിൽ നിന്ന് കാണാനായിട്ട് ഒരുപാട് വർഷമായി. അയാൾ ആത്മഹത്യക്കുറിപ്പ് ചെയ്ത് പോയതായിരുന്നു. ഒരുപാട് സ്ഥലത്ത് അന്വേഷിച്ചു. തന്നെ അന്വേഷിക്കേണ്ട എന്നാണ് അദ്ദേഹത്തിൻ്റെ എഴുത്തിലുണ്ടായിരുന്നത്. അങ്ങനെ കൊല്ലങ്ങൾക്ക് ശേഷമാണ് തൻ്റെ നാട്ടുകാരനായ സുഹൃത്തിനെ ആ പ്രദേശത്ത് കാണുന്നത്. അങ്ങനെ പരിചയപ്പെട്ടു, കഥകൾ അന്വേഷിച്ചു. നിങ്ങളെങ്ങനെയാണ് ഇവിടെ എത്തിയത്? അപ്പോൾ പറയുന്ന കഥ ഇതാണ്: ഞാനൊരു വലിയ ഫാക്ടറിയിലെ മരുന്ന് നിർമ്മാണ കമ്പനിയിലെ തൊഴിലാളിയായിരുന്നു. നല്ല ഉന്നത സ്ഥാനത്തായിരുന്നു എൻ്റെ സ്ഥാനം. അങ്ങനെ ഞാൻ അറിയിക്കാത്ത, ഞാൻ ചെയ്യാത്ത തെറ്റ് പറഞ്ഞുകൊണ്ട് എന്നെ കമ്പനി ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു. അങ്ങനെ ഞാൻ രണ്ടും കൽപ്പിച്ച് ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെ നല്ലൊരു പീക്ക് പോയിന്റിൽ, സാധാരണ ആളുകൾ ആത്മഹത്യ ചെയ്യുന്ന ഒരു പീക്ക് പോയിന്റ്, 99% ആളുകളും ജീവിതത്തോട് തിരിച്ചു പറ്റാതെ പീക്ക് പോയിന്റിലോട്ടാണ് പോകാറ്. അങ്ങനെ ഞാനും ആത്മഹത്യ ചെയ്തു ആ പീക്ക് പോയിന്റ് ചെന്ന്. പക്ഷേ എന്തോ കാരണത്താൽ ഞാൻ വന്നു വീണത്, ഉയരത്തിൽ നിന്ന് വന്നു വീണത് നല്ല ഒഴുക്കുള്ള ഒരു നദിയിലായിരുന്നു. ആ നദിയിൽ നിന്ന് ഞാൻ ഒലിച്ച് വന്ന് ഈ വിജനമായ നല്ല സുന്ദരമായ ആദിവാസികൾ മാത്രം താമസിക്കുന്ന ഈ പ്രദേശത്തെത്തി. ഇവിടെ നല്ല ഫലഭൂയിഷ്ടമായ മണ്ണും നല്ല ഔഷധ ഗുണങ്ങൾ സസ്യങ്ങളും ഉള്ള നല്ല ആദിവാസികളും ഉണ്ടായിരുന്നു. എന്നെ ആദിവാസികൾക്ക് ഇഷ്ടമായി. അവരുടെ കാര്യങ്ങൾ നോക്കാൻ എന്നെ ഏൽപ്പിച്ചു. അങ്ങനെ ഇവിടെയുള്ള വിഭവങ്ങൾ, പ്രത്യേകിച്ച് മരുന്ന് കളക്ട് ചെയ്ത് മറ്റ് ഫാക്ടറിയിലോട്ട് നാടുകളിലോട്ട് എത്തിക്കുന്ന ചുമതല എനിക്ക് തന്നു. അങ്ങനെ ഞാൻ എല്ലാ നാടുകളിലോട്ടും ഈ മരുന്ന് എത്തിച്ചു. ഞാൻ ഒരു കമ്പനി പല സ്ഥലത്തായി തുടങ്ങി. പക്ഷേ ഞാൻ വർക്ക് ചെയ്ത കമ്പനിയിലോട്ട് ഞാൻ മരുന്ന് കൊടുത്തില്ല. അങ്ങനെ അതിൻ്റെ ഉടമസ്ഥർ എന്നെ തേടി വന്നു. എന്നെ തേടി വന്നതല്ല, മരുന്ന് സാധാരണ ലഭിക്കുന്ന സ്ഥലത്ത് മരുന്ന് കിട്ടാത്തത് കൊണ്ട് അവർക്ക് അവരുടെ കമ്പനിയുടെ പ്രവർത്തനം നിർത്തിവെക്കേണ്ടി വന്നു. അങ്ങനെ നിവൃത്തിയില്ലാതെ ഈ സ്ഥലം കണ്ടെത്തി എന്നെ സമീപിച്ചു. അപ്പോഴാണ് അവർക്ക് ഞാനിവിടെ ജീവനോടെ ഇരിക്കുന്നുണ്ടെന്ന് മനസ്സിലായത്. അവർ എൻ്റെ കാൽ പിടിച്ചു. ഞാൻ ഏതായാലും അവർക്ക് മരുന്ന് നൽകി. ഇന്ന് ഞാനാണ് എൻ്റെ പിരിച്ചുവിട്ട കമ്പനിയുടെ ഓണർ. ഇതുപോലുള്ള ഈ രാജ്യത്ത് ഒട്ടധികം കമ്പനികളുടെ ഓണറായ ഞാൻ ഇന്ന് വർക്ക് ചെയ്യുന്നത്. ഇത്തരം മോട്ടിവേഷൻ ടിപ്സ് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്ത് തന്നെ പുതിയൊരു ടിപ്സുമായി കടന്നു വരാം. താങ്ക്സ് ഓൾ.